Impact of NEP and LPG on industrial development. നമ്മുടെ ന്യൂ ഇക്കണോമിക് പോളിസിയും അതുപോലെ തന്നെ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ നമ്മുടെ വ്യവസായ വികസനത്തിൽ എന്ത് സ്വാധീനമാണ് ചെലുത്തുന്നത്? ഇതാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ കാണുന്നത്. The aim of recent policy changes is to evolve an integrated economic package that can be implemented in stages to create an appropriate environment so as to encourage and promote greater efficiency, higher productivity, and faster industrial growth in desired directions through a well-coordinated system of incentives. അപ്പോൾ നമ്മുടെ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള നയ മാറ്റങ്ങൾ അതുകൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത് ഒരു സംയോജിത സാമ്പത്തിക പാക്കേജാണ്. വിവിധ ഘട്ടങ്ങളിലൂടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സാമ്പത്തിക പാക്കേജ്. അതോട് ലക്ഷ്യമിടുന്നത് ഒരു അനുയോജ്യമായിട്ടുള്ള വ്യവസായ വികസനത്തിന്, സാമ്പത്തിക വളർച്ചയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക, കൂടുതൽ കാര്യക്ഷമത പ്രൊമോട്ട് ചെയ്യുകയും അതുപോലെ ഉയർന്ന ഉൽപാദനക്ഷമതയും വർദ്ധിച്ച വ്യാവസായിക വളർച്ചയും നാം ഉദ്ദേശിക്കുന്ന മേഖലകളിൽ നേടിയെടുക്കുക. അതിനാവശ്യമായിട്ടുള്ള ഒരു വളരെ കോഓർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് ഇൻസെന്റീവ്സും ഉണ്ട്. അപ്പം ഇൻസെന്റീവ്സ് നൽകിക്കൊണ്ട്, ആളുകൾക്ക് പ്രചോദനം നൽകിക്കൊണ്ട്, സാമ്പത്തിക പ്രചോദനം നൽകിക്കൊണ്ട് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന തലത്തിലൂടെ വ്യാവസായിക വളർച്ചയും വ്യാവസായിക കാര്യക്ഷമതയും ഉയർന്ന ഉൽപാദനക്ഷമതയും ഒക്കെ അറ്റൈൻ ചെയ്യുക എന്നതാണ് ഈ നയമാറ്റത്തിന്റെ ലക്ഷ്യം. നമുക്ക് നോക്കാം, അതിന്റെ പോസിറ്റീവ് ഇഫക്ട്സും നെഗറ്റീവ് ഇഫക്ട്സും ഉണ്ട്. പോസിറ്റീവ് നമുക്ക് ആദ്യം നോക്കാം. The post-liberalization era has propelled companies into a restructuring spree. Cooperative sell-offs are moving at a pace never seen before. അപ്പോൾ നമ്മുടെ ലിബറലൈസേഷൻ ശേഷമുള്ള കാലഘട്ടം കമ്പനികൾ അവയുടെ ഘടനയിൽ എന്താണ് ഒരു പുനർ മാറ്റം, റീസ്ട്രക്ചറിങ് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു എന്നതാണ്. അവിടെ കോർപ്പറേറ്റ് സംബന്ധിച്ച് ധാരാളമായിട്ടുള്ള എന്താണ് വിൽപ്പനകളും കാര്യമായിട്ടുള്ള ഒരു ഉയർച്ചയ്ക്ക് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതായത് ലിബറലൈസേഷനെ തുടർന്ന് കോർപ്പറേറ്റുകളെ സംബന്ധിച്ച് കൂടുതൽ താല്പര്യം വ്യവസായിക മേഖലയിൽ ഉണ്ടായി എന്നുള്ളതാണ്. നെക്സ്റ്റ്, മോർ അംബീഷ്യസ് പ്ലേയേഴ്സ് ഹാവ് ബീൻ കൺസോളിഡേറ്റിംഗ് themselves by way of mergers and acquisitions. Entrepreneurs have come to believe in business. Big is always beautiful. അപ്പോൾ വളരെ എന്താണ് ഭാവിയെ കുറിച്ച് താല്പര്യമുള്ള നല്ല സംരംഭകർ മറ്റു പല സംരംഭങ്ങളുമായി കൂടിച്ചേരുകയും ചിലതിലേക്ക് ഏറ്റെടുക്കുകയും ചെയ്തു. കാരണം എന്താണ്, അവർക്കൊരു വിശ്വാസമുണ്ടായി, വലിയതാണ് ഏറ്റവും മനോഹരം, വലിയ ബിസിനസ് കൺസേൺ ആണ് ഏറ്റവും മനോഹരം എന്ന് പറഞ്ഞാൽ വലിയ ബിസിനസ് കൺസേൺ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ എന്നൊരു കാഴ്ചപ്പാട്. മറ്റൊന്ന്, ബിസിനസ് പ്രൊഡക്റ്റ് ഔട്ട്സോഴ്സിംഗ് ഹാസ് ബിക്കം എ കോമൺ അക്സെപ്റ്റഡ് പ്രാക്ടീസ്. പല കാര്യങ്ങളും ഔട്ട്സോഴ്സിങ്, പുറത്തു നിന്ന് ചെയ്യുക, അവരുടെ ഉള്ളിലല്ല പുറമേ എന്താണ് ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പൊ ആ രീതിയിലേക്ക് അതൊരു പൊതുവെ അംഗീകരിക്കപ്പെട്ട രീതിയായി മാറി. മറ്റൊന്ന്, എക്കണോമിക് റിഫോംസ് ഹാവ് also turned the industry into directing its efforts towards world market. നമ്മുടെ വ്യവസായ സ്ഥാപനങ്ങളെ അവരുടെ പരിശ്രമങ്ങൾ എന്ന് പറയുന്നത് വേൾഡ് മാർക്കറ്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ ഉത്പാദിപ്പിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. വേൾഡ് മാർക്കറ്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ വ്യവസായ സ്ഥാപനങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ സജ്ജീകരിച്ചു. നെക്സ്റ്റ് പോയിന്റ്, the work culture has improved tremendously following systematic recruitment and professional training. The workers have become more quality and cost conscious as well. നമ്മുടെ തൊഴിൽ മേഖലയിൽ കാര്യമായ മാറ്റമുണ്ടായി. അവിടെ എന്താണ് നല്ല രീതിയിലുള്ള റിക്രൂട്ട്മെന്റുകൾ നടത്തപ്പെട്ടു.
നല്ല രീതിയിലുള്ള പ്രൊഫഷണൽ ട്രെയിനിങ് എന്താണ് ലഭ്യമായി. അപ്പൊ അതിലൂടെ എന്താണ് വർക്കേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ക്വാളിറ്റിയെ കുറിച്ചും അവരുടെ കോഴ്സിനെ കുറിച്ചും വളരെ നല്ല അവബോധമുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല റിക്രൂട്ട്മെന്റ്, നല്ല ട്രെയിനിങ് ലഭിച്ച വർക്കേഴ്സിന്റെ സാന്നിധ്യം ഉണ്ടാകാൻ കാരണമായി. Corporate are also becoming increasingly aware of the significance of human capital. നമ്മുടെ കോർപ്പറേറ്റുകൾ പോലും മനുഷ്യ മൂലധനത്തിന്റെ പ്രസക്തി, പ്രാധാന്യം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. So on the point, the pressure brought about by NEP spurred more changes in technology and innovation. Indian durable makers are not only more efficient today, they import more foreign technology, have restructured and increased in RAU's research and development. ഈ NEP കൊണ്ടുവന്ന മറ്റൊരു സാങ്കേതികപരമായ മാറ്റങ്ങൾ, സാങ്കേതിക മേഖലയിലും അതുപോലെ കണ്ടെത്തലിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ഇപ്പൊ ഇന്ത്യയിലെ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രിയിൽ അവരെ സംബന്ധിച്ച് ഒരു കൂടുതൽ എഫിഷ്യന്റ് ആയി മാറി എന്നുള്ളതാണ്. അവർ കൂടുതൽ എന്താണ് കൂടുതൽ വിദേശ സാങ്കേതിക വിദ്യയെ അവര് ഇമ്പോർട്ട് ചെയ്യാൻ തയ്യാറായി. അവരുടെ എന്താണ് ബിസിനസിന്റെ ഘടനയിൽ തന്നെ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായി. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. ഇതൊക്കെ അതിന്റെ പോസിറ്റീവ് സൈഡ്സ് ആണ്. മറ്റൊന്ന്, ട്രേഡ് യൂണിയൻസ് ആൻഡ് വർക്കേഴ്സ് ഹാവ് റെസ്പോണ്ടഡ് പോസിറ്റീവ്ലി ടു ഇക്കണോമിക് റിഫോംസ്. This open-minded approach towards adoption of new technologies would go a long way in consolidating the future of Indian industry. നമ്മുടെ ട്രേഡ് യൂണിയനും തൊഴിലാളികളൊക്കെ എന്താണ് ഈ സാമ്പത്തിക മാറ്റത്തോട് ഗുണകരമായി അനുകൂലമായി പ്രതികരിച്ചു തുടങ്ങി. അപ്പൊ പുതിയ സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്നതിനുള്ള ഒരു തുറന്ന മനസ്സ് കാണിച്ചു. അത് ഇന്ത്യൻ വ്യവസായ മേഖലയുടെ വലിയ ഒരു ഉയർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. There has been a definite movement towards making the business organizations more efficient with the enhanced stress on quality and research and development. നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻസ് ഒക്കെ എന്താണ് വളരെ ശക്തമായ മുന്നോട്ടുള്ള കാൽവയ്പ്പുകൾ എന്തിനു വേണ്ടിയാ? എഫിഷ്യന്റ് ആയിട്ടുള്ള വർദ്ധിച്ച ക്വാളിറ്റിയിലും അതുപോലെ റിസർച്ച് ഡെവലപ്മെന്റ്. സ്വാഭാവികമായി എഫിഷ്യൻസി വർദ്ധിപ്പിക്കാനും ക്വാളിറ്റി വർദ്ധിപ്പിക്കാനുമുള്ള അതോടൊപ്പം ഒരു എന്താണ് റിസർച്ച് ഡെവലപ്മെന്റ് എന്നീ ആക്ടിവിറ്റി ഒക്കെ ഏർപ്പെടുക. വ്യാവസായിക ഉൽപാദനം എങ്ങനെ വർദ്ധിപ്പിക്കാൻ സാധിക്കും, എങ്ങനെ കൂടുതൽ എഫിഷ്യൻസി കൈവരിക്കാൻ പറ്റും, ആ മേഖലയുമായി ബന്ധപ്പെട്ട്. മറ്റൊന്ന്, NEP ഹാസ് ആൾട്ടേർഡ് ദ ഇൻവെസ്റ്റ്മെന്റ് ബിഹേവിയർ ഓഫ് ഇന്ത്യൻ ഓൺടർപ്രണേഴ്സ്. ഇൻഡസ്ട്രിയലിസ്റ്റ് ഹാവ് ഫാസ്റ്റ് റിയലൈസ്ഡ് ദ റോൾ ഓഫ് ദി സ്കെയിൽ ഇക്കോണമീസ്, rapid technological growth and increased productivity. അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ സംരംഭകരുടെ നിക്ഷേപ മനോഭാവത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കിയ NEP. അപ്പൊ ലാർജ് സ്കെയിൽ എക്കോണമീസ് കുറിച്ച്, ലാർജ് സ്കെയിൽ ഉൽപാദനത്തെ കുറിച്ച് ഒരു ബോധവാന്മാരായി, ഉയർന്ന സാങ്കേതികതയെ കുറിച്ച് ബോധവാന്മാരായി. അപ്പം വർദ്ധിച്ച ഉൽപാദനക്ഷമതയും ഉയർന്ന സാങ്കേതിക ക്ഷമതയും സ്വീകരിച്ചുകൊണ്ട് ഉൽപാദനം വൻതോതിലാക്കാനുള്ള ഒരു മനോഭാവം നമ്മുടെ സംരംഭകരിൽ ഉണ്ടായി എന്നുള്ളതാണ്. മറ്റൊന്ന്, കോർപ്പറേറ്റ് ആർ ഗോയിങ് ഇൻ ഫോർ അഗ്രസീവ് ബ്രാൻഡ് ബിൽഡിംഗ് ഇൻ ആൻ ഇൻക്രീസിംഗ് കോമ്പറ്റിറ്റീവ് മാർക്കറ്റ് പ്ലേസ്. ഇന്ത്യൻ ഇൻഡസ്ട്രി ഹാസ് ബിഗൺ ടു ഔട്ട്സോഴ്സ് ടു MNCs. ഇന്ന് നിലവിൽ എന്താണ് ബ്രാൻഡ് ബിൽഡിംഗിലേക്ക് നമ്മുടെ സ്ഥാപനങ്ങൾ മാറി. അതിലൂടെ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കഴിവുകൾ ആർജിക്കാൻ അവർ ശ്രമിച്ചു എന്നതാണ്. അത് മാത്രമല്ല, ഇന്ത്യൻ ഇൻഡസ്ട്രി പോലും എന്താണ് ഔട്ട്സോഴ്സിംഗ് നടത്താൻ തുടങ്ങി എന്നുള്ള. ആർക്കാ? MNCs, മൾട്ടിനാഷണൽ കമ്പനികൾക്ക് പോലും ഔട്ട്സോഴ്സ് നടത്തുന്നതിലേക്ക് ഇന്ത്യൻ കമ്പനികൾ, വ്യവസായങ്ങൾ വളർന്നു വന്നു എന്നുള്ളത്. ഇതൊക്കെയാണ് പോസിറ്റീവ് സൈഡ്സ്. നെക്സ്റ്റ് നമുക്ക് നെഗറ്റീവ് സൈഡ്സ് നോക്കാം. Hundreds of small scale units have closed it down because liberalized imports killed the market for their product. നമ്മുടെ ഈ പുത്തൻ സാമ്പത്തിക നയത്തിന്റെയും പരിണിത ഫലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുകിട വ്യാപാരങ്ങൾ, വ്യവസായങ്ങൾ തകർന്നടിഞ്ഞു. കാരണം അവരുടെ ഉൽപ്പന്നങ്ങൾക്കുള്ള മാർക്കറ്റ് ഇല്ലാതായി എന്നുള്ളതാണ് ലിബറലൈസേഷൻ. ചെറുകിട ഗ്രാമീണ വ്യവസായങ്ങൾ പാടെ അടച്ചുപൂട്ടേണ്ട അവസ്ഥ വന്നു. മറ്റൊന്ന്, ഗ്രോത്ത് ഇൻ സം സിഗ്നിഫിക്കന്റ് സെക്ടേഴ്സ് ഓഫ് ദി ഇന്ത്യൻ industry has dipped down because there has been large scale dumping of raw material stocks from abroad at cheaper rates. ചില ഇന്ത്യൻ വ്യവസായത്തിൽ ചില മേഖലകളിൽ കാര്യമായ ഗ്രോത്ത് ഉണ്ടായെങ്കിലും അതും എന്താണ്
തടയപ്പെട്ടു അല്ലെങ്കിൽ മുങ്ങിപ്പോയി. കാരണം ഇതാണ്, മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കുറഞ്ഞ വിലയിലുള്ള കുറഞ്ഞ പ്രൈസ് ഉള്ള റോ മെറ്റീരിയൽസ് ഒക്കെ വന്ന് കാര്യമായി വളരെയധികം വലിയ തോതിലുള്ള ഡംപിങ് ഇന്ത്യയിൽ നടന്നപ്പോൾ പല വ്യവസായങ്ങളും വീണ്ടും എന്താണ് അവരുടെ മുന്നോട്ടുള്ള പ്രയാണം തടയപ്പെട്ടു. മറ്റൊന്ന്, ലിബറലൈസേഷൻ ഹാസ് ആൾട്ടേർഡ് ദ ഇൻഡസ്ട്രിയൽ സ്ട്രക്ചർ in favor of goods in demand from the better of sections of the society. ഇനി ലിബറലൈസേഷൻ കൊണ്ട് മറ്റൊരു നെഗറ്റീവായ ഇമ്പാക്ട്, നമ്മുടെ ഇൻഡസ്ട്രിയൽ സ്ട്രക്ചറിൽ മാറ്റമുണ്ടായി. എന്താണ്? ഏത് വസ്തുവിനാണോ ഡിമാൻഡ് ആ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു പ്രവണതയുണ്ടായി. അതായത് സമൂഹത്തിലെ ഉയർന്ന വിഭാഗങ്ങൾക്ക് വേണ്ടി ഉൽപാദനം നടത്തുന്ന അല്ലെങ്കിൽ ലക്ഷറി ഗുഡ്സ് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലേക്ക് മാറി എന്നുള്ളതാണ്. The pattern of investment continues to favor the use of sophisticated plant and equipment at the expense of labor. Job growth is inadequate in both urban and rural areas. വീണ്ടും നമ്മുടെ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺ അതിനൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിലേക്ക് മാറി. അവിടെ എന്താ സംഭവിച്ചത്? നമ്മുടെ ലേബേഴ്സിന്റെ ജോലി നഷ്ടപ്പെട്ടു. അത് അർബൺ ഏരിയയിലായാലും റൂറൽ ഏരിയയിലായാലും ജോബിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് തൊഴിൽ വർധനവ് കാര്യമായിട്ട് ഉണ്ടായില്ല എന്നുള്ളതാണ്. ഈവൻ ദ ലാർജ് ഇൻഡസ്ട്രിയൽ ഹൗസസ് ഹാവ് ഫെൽറ്റ് ദ പിഞ്ച് ഓഫ് ലിബറലൈസേഷൻ. വൻകിട വ്യവസായങ്ങൾ പോലും ഈ ലിബറലൈസേഷൻ കൊണ്ടുള്ള ദോഷങ്ങൾ അനുഭവിച്ചു എന്നുള്ളതാണ്. The new policy has left the public sector worse off. They are losing markets and their capacity utilization has declined. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ അത് പൊതുമേഖലയെ പിന്നോട്ട് നയിച്ചു, ഏറ്റവും പ്രതികൂലമായി ബാധിച്ചു. അവരുടെ ഉൽപ്പന്നങ്ങൾക്കുള്ള മാർക്കറ്റ് നഷ്ടമായി, അവരുടെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ കുറഞ്ഞു എന്നതാണ്. അവസാനമായി, വിത്ത് ഓപ്പണിംഗ് അപ്പ് ദ ഇക്കോണമി ഹാസ് ബിക്കം ഫാർ മോർ അൺസ്റ്റേബിൾ ദാൻ ഏർലിയർ ആൻഡ് ദി ഇമ്പാക്ട് ഓഫ് ദിസ് വിൽ fall on this already marginalized in society. നമ്മുടെ സമ്പദ് വ്യവസ്ഥ മറ്റ് വിദേശ രാജ്യങ്ങളൊക്കെ തുറന്നു കൊടുത്തപ്പോൾ അത് അൺസ്റ്റെബിലിറ്റി കൂടി, മുമ്പുള്ളതിനേക്കാൾ അൺസ്റ്റേബിളായി മാറി എന്നതാണ്. അതിന്റെ ഇമ്പാക്ട് ആർക്കാ ഉള്ളത്? സമൂഹത്തിന്റെ മുഖ്യധാരയിലുള്ള അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നും മാർജിനലൈസ് ചെയ്യപ്പെട്ട സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ വ്യക്തികളിലേക്ക് അത് എത്തിയെന്നാണ് അതിന്റെ ഇമ്പാക്ട്. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും സമൂഹത്തിൽ മാർജിനലൈസ് ചെയ്യപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗമുണ്ട്, അവരുടെ ദുരിതങ്ങൾ ഒന്നുകൂടി വർദ്ധിച്ചു. ഇതൊക്കെയാണ് ന്യൂ എക്കണോമിക് പോളിസിയുടെ ഇമ്പാക്ട് എന്ന് പറയുന്നത്.